ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വചനദീപ്തിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തനം 118:6 സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പിന്തുണയും ലഭിച്ച ദാവീദ് പറയുകയാണ്, കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. എത്ര പേർക്ക് ഇങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ഒന്ന് പറയാൻ പറ്റും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ ഈ സമയത്തൊക്കെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ നെഞ്ചിലോട്ടൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? യെശയ്യാ 43 ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ദാവീദ് അത് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ മറ്റൊരു വ്യക്തിയാണ് അപ്പസ്തോലനായ പൗലോസ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്ക് എതിര് നിൽക്കുക? ദാവീദ് പറഞ്ഞതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സെന്റ് പോൾ പറയുകയാണ്, സ്വന്തം പുത്രനെ പോലും നമുക്കായി കാൽവരിയിൽ നൽകിയവൻ എല്ലാം നമുക്ക് തരും. ആ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ ആരാണ് ഈ ലോകത്ത് നമുക്ക് എതിര് നിൽക്കുക? ഈ ഒരു വലിയ സത്യത്തെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ത് എന്നെ അകറ്റി നിർത്തും? അങ്ങനെ ക്ലേശമോ ദുരിതമോ പട്ടിണിയോ പീഡനമോ എന്താ പറയുക നഗ്നതയോ വാളോ ഇങ്ങനെ അങ്ങ് ചോദിക്കുക, എന്തു വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുകയില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ, എന്തെല്ലാം ക്ലേശങ്ങൾ, എന്തെല്ലാം നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഇതൊന്നും എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റുകയില്ല. കാരണം എന്താണ്? എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഇതൊരു ഉറപ്പാണ്, ഇതൊരു തിരിച്ചറിവാ. ഇതറിയുന്നിടത്ത് നമ്മുടെ ജീവിതം മാറും. സെന്റ് പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തു പ്രതികൂലം കടന്നു വന്നാലും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം അവൻ്റെ ഒപ്പം ഉണ്ട്. കാരണം ഒരിക്കൽ പോലും എന്താ പറയുന്നത്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ പുറത്ത് ആകില്ല എന്ന് സെന്റ് പോളിന് തിരിച്ചറിവ് കിട്ടി. ഈ ഒരു തിരിച്ചറിവ് എന്താണ് സെന്റ് പോൾ അങ്ങനെ പറയുവാനുള്ള കാരണം? പിതാവായ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പുത്രനായ യേശുക്രിസ്തുവും നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. അപ്പം പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്ക് വേണ്ടി ഒരു ഏക മധ്യസ്ഥൻ്റെ റോൾ എടുക്കുന്ന യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അപ്പോൾ പിതാവ് പുത്രൻ പറയുന്നത് കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പിതാവ് തന്നെ ചെയ്യുന്നു, പുത്രൻ നമുക്ക് വേണ്ടി പുത്രൻ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് എന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പം ഇതിലും വലിയ ഒരു സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താ നമുക്ക് വേണ്ടിയത്? അതുകൊണ്ട് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് സെന്റ് പോൾ പറയുകയാണ്, എഫെസസുകാർക്ക് എഴുതിയ ലേഖനം, എഫെസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ പറഞ്ഞു വരികയാണ് സെന്റ് പോൾ. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങുകയാണ്, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. എന്നിട്ട് പിന്നെ തുടരുകയാണ്, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കണമെന്നാണ് സെന്റ് പോള് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അങ്ങനെ അത് അവസാനിപ്പിക്കുകയാണ്. കാരണം സകലതിനും കാരണഭൂതനായ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്ന സെന്റ് പോളിൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധാത്മാവിൽ നമ്മുടെ അറിവിനെ അതിശയിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ പിതാവ് പുത്രനെ നമുക്ക് തന്നു കാൽവരിയിൽ. എന്ന് വെച്ചാൽ മറ്റൊന്നിനും പിന്നെ പിതാവ് മടി കാണിക്കത്തില്ല. പുത്രനും നമുക്ക് വേണ്ടി എന്താ പറയുക, എന്തും ചെയ്തു തരുവാൻ തയ്യാറായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം ദാവീദ് പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയില്ല, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. സെന്റ് പോൾ പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് എതിര് നിൽക്കുക? അപ്പം ഈ ഒരു രണ്ടു വ്യക്തിത്വങ്ങൾ, ദാവീദും സെന്റ് പോളും, ഈ ഒരു ഉറപ്പ് നമുക്ക് തരുമ്പോൾ നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ രണ്ട് വ്യക്തികളെ നമുക്ക് ഒന്ന് കാണുവാൻ പറ്റും. അതായത് പഴയ നിയമത്തിൽ പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജനം, അതായത് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നും മോശയിലൂടെ ദൈവം ആ ജനത്തെ എന്താ പറയുക, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൻ്റെ സമയത്ത് പെസഹ ആചരിച്ച് പുറത്തിറങ്ങിയ ജനം എന്ത് ചെയ്യുന്നു? കനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ അവർ ഈ ഒരു പാരാൻ എന്ന് പറയുന്ന മരുഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം മോശയോട് പറയുകയാണ്, ഈ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അവരെ ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയക്കണം. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മോശ എന്ത് ചെയ്തു? ഈ 12 ഗോത്രത്തിൽ നിന്നും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ നിങ്ങൾ പോകണം. നമുക്കിത് സംഖ്യയുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നമുക്കിത് വായിക്കുവാനും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. നിശ്ചയമായും നിങ്ങൾ ഈ 13-14 അധ്യായം സംഖ്യയുടെ പുസ്തകം വായിക്കണം. അത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ദൈവത്തിൻ്റെ കരുതലുമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ഈ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് മോശ പറഞ്ഞു, കനാൻ ദേശത്ത് കടന്നുപോയി ആ നാട് ഏതു വിധത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ പഠിക്കണം. അവിടുത്തെ ജനം ശക്തരാണോ ബലഹീനരാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അവർ എണ്ണത്തിൽ കുറവുള്ളവരാണോ എണ്ണത്തിൽ കൂടുതലാണോ എന്ന് നിങ്ങൾ നോക്കണം. അവർ വസിക്കുന്ന ദേശം എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? അവിടെ ഫലപുഷ്ടിയുണ്ടോ അതോ ഇല്ലാത്തതാണോ? അല്ലെങ്കിൽ അവർ വസിക്കുന്ന നഗരങ്ങളിൽ അവർ കൂടാരമിടിച്ച് വസിക്കുന്നവരാണോ അതോ അവരുടെ മതിൽ കെട്ടി പാർക്കുന്നവരാണോ? അവിടുത്തെ ഭൂമി ഫലപുഷ്ടിയുള്ളതാണോ വൃക്ഷസമ്പത്തുള്ളതാണോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ പോയി നിങ്ങൾ പഠിച്ച് തിരിച്ചു വരണം എന്ന് എന്താ പറയുക, മോശ ഈ 12 പേരെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടു കൂടി പോയി ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് യാത്ര അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മോശ അവരെ അയക്കുന്നത്?
ആ രാജ്യത്തിൻ്റെ അല്ലെ ആ ദേശത്തുള്ള ജനങ്ങളെക്കുറിച്ച് പഠിക്കണം. ആ ശത്രുവിൻ്റെ ബലം മനസ്സിലാക്കി അവരോട് യുദ്ധം ചെയ്യുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എത്രമാത്രം അധ്വാനിച്ചാലാണ് ആ ദേശം ഒന്ന് കീഴടക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ജനത്തെ അയച്ചത്. ഈ ജനം കടന്നുപോയി. ഈ 12 പേരും തിരിച്ചു വന്നു. അവർ 40 ദിവസം കനാൻ ദേശം ഉറ്റുനോക്കി, ചുറ്റി സഞ്ചരിച്ച് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവർ വന്ന് മോശയോട് പറയുകയാണ്. ഒന്നാമതായിട്ട് അവരിങ്ങനെ പറഞ്ഞു, റിപ്പോർട്ട് കൊടുക്കുകയാണ് മോശയ്ക്ക് 12 പേരും. നീ പറഞ്ഞ സ്ഥലം നല്ലതാണ്, അത് പാലും തേനും ഒഴുകുന്ന ഒരു ദേശമാണ്. പിന്നെ പറയുകയാണ്, അവിടുത്തെ ജനം മല്ലന്മാരാണ്, അവരെ തോൽപ്പിക്കുക ഇച്ചിരി പാടുപെടും, അസാധ്യമാണെന്നുള്ള രീതിയിൽ അവർ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വിശാലങ്ങളാണ്, വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. പിന്നീട് അവർ പറയുകയാണ്, അവിടുത്തെ മുന്തിരിപ്പഴം നല്ലതാണ്, അത്തിപ്പഴം നല്ലതാണ്, മാതളപ്പഴം അതിശ്രേഷ്ഠമാണ്. അങ്ങനെ അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു മുന്തിരിക്കുല അവർ അടർത്തി എടുത്തിട്ട് അവർക്ക് ഒരാൾക്ക് അത് ചുമന്നുകൊണ്ട് വരാൻ പറ്റാതെ അവരെന്ത് ചെയ്തെന്നറിയാമോ, ഒരു കമ്പിൽ അത് കോർത്തു വെച്ച് 2 പേര് ചേർന്ന് ചുമന്നുകൊണ്ടാണ് അത് വരിക. എന്നിട്ട് അവിടെ അനാക്കിൻ്റെ വർഗ്ഗക്കാരും മല്ലന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള ആ ജനസമൂഹങ്ങളെക്കുറിച്ചൊക്കെ അവർ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സമയത്ത് ജോഷുവയും കാലബും വന്നിട്ട് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം നമുക്ക് കൈവശപ്പെടുത്തണം. കാരണം എന്താണ്, അത് കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്, നമുക്ക് ഉടൻ തന്നെ പോയി ആ ദേശം അത് കൈവശപ്പെടുത്തണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് 12 പേരാണ് പോയത്. 10 പേരും പറയുകയാണ്, അവിടുത്തെ ജനത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, ആ ജനം ശക്തരാണ്, ആ ദേശം വസിക്കുവാൻ ചെല്ലുന്നവരെ വിഴുങ്ങുന്ന ജനമാണ്, അതികായകന്മാരായ ജനത്തിൻ്റെ നടുവിൽ നമ്മൾ വെറും വിട്ടിലുകൾ പോലെയാണ് എന്ന് അവർ പറയുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവരൊരു കാര്യം മറന്നുപോയി. ഈ പെസഹ ആചരിച്ച് ഈജിപ്താകുന്ന അടിമത്തത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് അവരെ അയച്ചത് ആരാണെന്ന് അവർ മറന്നുപോയി. അവരുടെ ദൈവത്തെ മറന്നു, അവർക്കുള്ള വാഗ്ദത്തം മറന്നു, ദൈവിക പദ്ധതി മറന്നുപോയ ജനം. മാനുഷികതയിൽ പറയുകയാണ്, ആ ജനത്തെ നമുക്ക് തോൽപ്പിക്കാനാവില്ല. ഹല്ലേലൂയ. ആ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ കടന്നു വന്നു. ജനം അങ്ങോട്ട് ചെതറി. ഒരു രാത്രി മുഴുവൻ ജനം അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ്. ആ രാത്രി മുഴുവൻ ആ ജനം നിലവിളിക്കുകയാണ്. മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുക്കുന്ന ഒരു ജനത്തെ നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. എന്നിട്ട് അവർ പറയുകയാണ്, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ, വാളിന് ഇരയാകാൻ വേണ്ടി കർത്താവ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെ അവർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെ എന്തിന് ശത്രുവിന് ഇരയാവുകയില്ലേ? ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതാണ് നല്ലത് എന്ന ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ സമയം ഈ 12 പേരിൽ വിശ്വാസമുള്ള, ദൈവത്തെ അറിയുന്ന, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജോഷുവയും കാലബും എന്താ പറയുന്നത്, അവരുടെ വസ്ത്രം വലിച്ചു കീറിയിട്ട് അവർ ഈ ജനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഉറ്റുനോക്കുവാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. പിന്നെ അവർ പറഞ്ഞു, കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ ആ ദേശത്തേക്ക് അയക്കും. ഹല്ലേലൂയ. ആ ദേശം നമുക്ക് തരും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. വളരെ കൃത്യതയോടുകൂടി ഈ 2 പേര് പറയുകയാണ്, ആ ജനം നമുക്ക് ഇരയാണ്, അത് ഇനി ആ ജനത്തിന് രക്ഷയില്ല. കാരണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്, അവരെ ഭയപ്പെടേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കാലബും ജോഷുവയും വളരെ ഉറപ്പോടുകൂടി പറയുകയാണ്, ആ ജനത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണ്? ശക്തിയാലല്ല, വിശ്വാസത്താൽ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവർ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ഈ ദാവീദ് പറഞ്ഞതുപോലെ, സെന്റ് പോൾ പറഞ്ഞതുപോലെ ഈ 2 ചെറുപ്പക്കാർ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആ ജനത്തെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, കീഴ്പ്പെടുത്താൻ പറ്റും.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇതുപോലെ കടന്നു വരുമ്പോൾ ഒറ്റപ്പെട്ടും വേദനിച്ചും കരഞ്ഞുമൊക്കെ കഴിഞ്ഞുപോയ സമയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ പറയുന്നത്, ആത്മീയ കണ്ണുകൾ തുറന്നിരുന്ന ജോഷുവയും കാലബും ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ കരത്തിൻ്റെ ആ ഒരു ഇടപെടലിലും അവർ വിശ്വസിച്ചു. അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ദൈവശക്തിയിൽ മറ്റുള്ളവർ ആശ്രയിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. സമൂഹം ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ജോഷുവയെയും കാലബിനെയും കല്ലെറിയണം. ഹല്ലേലൂയ. ജനം ഇളകുകയാണ്. കല്ലെറിയുവാനുള്ള തീരുമാനം അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മോശയെ ഒഴിവാക്കി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള തീരുമാനം അവരുടെ ഇടയിൽ ഉടലെടുക്കുകയാണ്. കാരണം എന്താണ്? അങ്ങനെ തിരികെ പോയാൽ പിന്നെ യുദ്ധം ചെയ്യണ്ട, പ്രതികൂലം കടന്നു വരത്തില്ല, കുഞ്ഞുങ്ങളും തലമുറകളും നഷ്ടമാകില്ല, ഭാര്യമാര് മലിനമാകില്ല, അവർക്ക് പ്രതികൂലം കടന്നു വരത്തില്ല. ജനം ഇവിടെ ചിതറിത്തെരിക്കുകയാണ്. ഭൂരിപക്ഷം പേരും എന്ത് ചെയ്തു? ഈ 10 പേര് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിന്നു. ഈ 2 പേര് ജോഷുവയും കാലബും പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആ ജനത്തെ ഭയപ്പെടേണ്ടതില്ല, ആ ദേശം ദൈവം നമുക്ക് നൽകും. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാമോ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ? ഈ ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്നുള്ള ഈ ജനത്തിൻ്റെ മുറവിളി അവിടെ നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? കർത്താവിൻ്റെ മഹത്വം ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഇസ്രായേൽ ജനം അങ്ങോട്ട് ഭയപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ജനം ഭയന്നു. ആ മല്ലന്മാരെ ഭയപ്പെട്ടിരുന്ന ജനം ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് ഭയപ്പെടുകയാണ്. ഈ സമയം എന്ത് സംഭവിച്ചെന്നറിയാമോ? കർത്താവ് മോശയെ വിളിച്ചു. എന്നിട്ട് മോശയോട് ദൈവം ചോദിക്കുകയാണ്, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? എത്ര നാൾ ഇവരെന്നെ വിശ്വസിക്കാതിരിക്കും? എത്ര അടയാളങ്ങൾ ഞാൻ അവരുടെ മുമ്പിൽ ചെയ്തതാണ്. ചെങ്കടൽ വിഭജിക്കപ്പെട്ടും മന്നായും കാടപ്പക്ഷിയും ഒക്കെ കഴിച്ച് ഇവിടെ എത്തിയ ഈ ജനം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നില്ല? ഹല്ലേലൂയ. എത്ര അടയാളങ്ങൾ ഞാൻ ഇവരുടെ മധ്യേ പ്രവർത്തിച്ചതാ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, മഹാമാരി കൊണ്ട് ഞാൻ ഇവരെ പ്രഹരിച്ച് നശിപ്പിക്കും. മഹാമാരി വരുത്തുമെന്ന് ദൈവം പറയുകയാണ്. ഈ സമയത്ത് അബ്രഹാമിന് 15-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ തലമുറ 400 വർഷം അടിമത്തത്തിലൂടെ കടന്നു പോകുമെന്നും അവർ ഒരു നാൾ അവിടുന്ന് പെട്ടെന്ന് പുറത്തു വരുമെന്നും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്ത ആ ഭൂമി അവർക്ക് ലഭ്യമാകുമെന്നുള്ള വാഗ്ദത്തം ഇവിടെ കിടക്കുകയാണ്. അപ്പം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇന്ന് ഈ ജനത്തിന് ലഭിക്കത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരികയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈ സമയത്ത് ഈ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ മറുതലിച്ചു നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജനം ഭയത്തോടെ നിൽക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ ഇടയിൽ, ഈ ജനത്തിനും ദൈവത്തിൻ്റെയും ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുത്തിട്ട് വരികയാണ്. ദൈവമേ, ഈജിപ്തുകാർ അറിഞ്ഞാൽ നാണക്കേടാകും. ദൈവത്തിൻ്റെ കരമല്ലേ അവരെ അവിടെ നിന്ന് പുറത്തിറക്കിയത്. എന്നിട്ട് കർത്താവ് ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർക്കറിയാം. കാരണം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് ദൈവമാണ്, അല്ലേ? അവർ അങ്ങ് വാക്കു പറഞ്ഞ സ്ഥലത്തെത്തിക്കുവാൻ അങ്ങേക്ക് കഴിയാതെ വരും. അങ്ങയുടെ ശക്തി അവരറിയണം. അങ്ങ് മരുഭൂമിയിൽ അവരെ അങ്ങ് കൊന്നുകളഞ്ഞുവെന്ന് പറയരുത്. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങ് ക്ഷമാശീലനാണ്, അങ്ങ് സ്നേഹമുള്ളവനാണ്, അവരോട് ക്ഷമിക്കുന്ന ദൈവമാണ് എന്ന് ഈജിപ്തിലെ ജനം അറിയേണ്ടതിന് മോശ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. കാരണം ഇവരോട് ക്ഷമിക്കണം, ആ ജനത്തെ ഒന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കണം. അപ്പം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ അപേക്ഷ ദൈവം കേട്ടു, അത് സ്വീകരിച്ചു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ എന്താണ്? എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിലാരും അവരുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ ധിക്കരിച്ച, എന്നെ നിന്ദിച്ച ഒരുവൻ പോലും വാഗ്ദത്ത ദേശത്ത് കാല് കുത്തുകയില്ല എന്ന് ദൈവം പറയുകയാണ്.
പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇവിടെ 40 ദിവസം ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ ജനം 40 വർഷം ഈ മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കേവലം 11 ദിവസത്തെ യാത്രാദൂരം ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്തേക്ക് 40 വർഷവും ഇവർ ചുറ്റിക്കറങ്ങി. എന്ന് വെച്ചാൽ 40 ദിവസം ഈ ദേശം കാണുവാനായിട്ട്, ഉറ്റുനോക്കുവാനായിട്ട് ഇവരെടുത്തു. എന്നിട്ടാണ് റിപ്പോർട്ട് കൊണ്ടുവന്ന് മോശയ്ക്ക് കൊടുത്തത്. പക്ഷേ ഈ 40 ദിവസം, ഒരു ദിവസത്തിന് 1 വർഷം കണക്കെ ഈ ജനം എന്ത് ചെയ്തു? കടന്നുപോയി. എന്ന് വെച്ചാൽ 40 വർഷം മരുഭൂമിയിൽ ഒരു ചുറ്റിത്തിരിഞ്ഞു. 40 ദിവസം, ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് 40 വർഷം. അങ്ങനെ ഈ പിതാക്കന്മാർക്ക് പറ്റിയ ചില തെറ്റിൻ്റെ പരിണിത ഫലമായി 40 ലക്ഷത്തോളം പേര് ഇറങ്ങിത്തിരിച്ചിട്ട് കേവലം 2 പേർക്ക് മാത്രമാണ് വാഗ്ദത്ത ദേശത്ത് എത്തുവാനായി സാധിച്ചത്. ഹല്ലേലൂയ. അവിശ്വാസം അവരെ നാശത്തിലേക്ക് എത്തിച്ചു. കാരണം സാധിക്കത്തില്ല എന്ന് 10 പേര് പറഞ്ഞപ്പോൾ 2 പേർക്ക് മാത്രമാണ് അത് സാധിക്കുമെന്നും, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കത് സാധ്യമാകുമെന്നും വിശ്വസിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമ്മുടെ യാത്രയെന്ന് പറയുക കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകണം. ഈ ജനത്തിന് തെറ്റുപറ്റുവാനുള്ള കാരണം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം. കാരണം സീനായി മലയിലേക്ക് കയറിപ്പോയ മോശയെ കാണാനില്ല. മോശ എന്തിയെ? മോശ എവിടെ പോയി? ഈ ഒരു സമയത്ത് ജനം അഹ്റോൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം. കാരണം ഈജിപ്തിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടായിരുന്നു. കാളക്കുട്ടി, അതായത് കാളയെ ദൈവമായി ആരാധിക്കുന്ന ജനമായിരുന്നു ഈജിപ്തുകാർ. അതുകൊണ്ട് ഇവർ അഹ്റോനോട് പറഞ്ഞു, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി തരണം, ഞങ്ങൾക്ക് ഒരു ദൈവം വേണം. ഹല്ലേലൂയ. ഈജിപ്തിലേക്ക് മടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം. വാഗ്ദത്ത ദേശമല്ല അവർക്ക് പ്രധാനം. അവർക്ക് ചില സ്ഥാനമാനങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്മയാകുന്ന, അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചു. അഭിഷേകമില്ലാത്ത 10 പേരുടെ വാക്ക് വിശ്വസിച്ചത് അവരുടെ ജീവിതത്തിലെ തെറ്റായി മാറി. ജോഷുവായും കാലബിനെയും അവർ അവിശ്വസിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അത് ദൈവത്തിൻ്റെ കോപത്തിന് കാരണമായി. ഇന്ന് ശത്രുവിന് അവസരം കൊടുത്ത ഒരു സാധ്യതയായി മാറി. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നമ്മൾ ചിലത് കാണണം. ദൈവമല്ലേ നമുക്ക് വാഗ്ദത്തം നൽകിയത്, ദൈവമല്ലേ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു സത്യം എടുക്കണം. ചിലത് നമുക്ക് കാണാൻ പറ്റിയില്ല, ആത്മീയ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. നമുക്കറിയാം, എലീശായുടെ ശിഷ്യൻ എലീശായോട് പറയുന്നുണ്ട്, ഇതാ സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നു, നാം ഇനി എന്തു ചെയ്യും? ഈ സമയം എലീശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവേ, ഇവൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും മല ആഗ്നേയരഥങ്ങളും കുതിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കാണുകയാണ്. ഹല്ലേലൂയ. ആഗ്നേയരഥങ്ങൾ പാളയമടിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ നമ്മൾ സാധാരണ ജനമല്ല, നമ്മളൊരു ഇസഡ് കാറ്റഗറി ജനമാണ്. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണമുണ്ട്. എലീശായ്ക്ക് വേണ്ടി ആ മല മുഴുവൻ ആഗ്നേയ രഥങ്ങൾ ഇറങ്ങിയത് എലീശായുടെ ശിഷ്യൻ കാണുവാൻ ഇടയാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഒരു സൈന്യം പാളയമടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജോഷുവായും കാലബും വിശ്വസിച്ചതുപോലെ, ദാവീദ് നെഞ്ചുറപ്പോടുകൂടി പറഞ്ഞതുപോലെ, സെൻബോൾ വിളിച്ചു പറഞ്ഞതുപോലെ, ഒന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റിയാൽ ഭീരുത്വം നമ്മളെ തൊടില്ല, ഒന്നിനും നമ്മളെ ഭയപ്പെടുത്തുവാനുമാവില്ല. നമുക്ക് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഒന്ന് കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാം. ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ആരെ പേടിക്കും?
എൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചുറ്റും കാവലേർപ്പെടുത്തട്ടെ. ഊരിപ്പിടിച്ച വാളുമായി മിഖയേൽ മാലാഖ നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കവചം ഏർപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടും നിങ്ങൾക്ക് ചുറ്റും വലിയ സംരക്ഷണം സ്വർഗം ഒരുക്കട്ടെ. ദൈവം നൽകിയ എല്ലാം നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.